കെ.സി. വേണുഗോപാലിൻ്റെ താല്പര്യം എന്ന് പറയുന്നത് കേരളത്തിൽ മുഖ്യമന്ത്രിയാകുക എന്നുള്ളതാണ്. എല്ലാവരും പറഞ്ഞ ഒറ്റ കാര്യമാണ്. അതെന്താണ്? മുഖ്യമന്ത്രി ഹൈക്കമാൻഡ് തീരുമാനിക്കും. ഈ ഹൈക്കമാൻഡിൻ്റെ ആവശ്യമൊന്നും ഇവർക്ക് തന്നെ തീരുമാനിച്ചപ്പോൾ ഈ UDF വോട്ട് ചെയ്ത് പോയല്ലോ എന്ന ആളുകൾ കുറച്ച് കഴിയുമ്പോൾ വിലപിക്കാനും അവരവരെ തന്നെ ശപിക്കാനും തുടങ്ങും. ഈ കോൺഗ്രസ് ലെജിസ്ലേച്ചർ പാർട്ടി ലീഡറെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഘടകകക്ഷികൾക്ക് ഒരഭിപ്രായത്തിന് അവസരം കൊടുത്താൽ ഈ ഘടകകക്ഷികളുടെ കക്ഷത്തിലായിരിക്കും കോൺഗ്രസിൻ്റെ കഴുത്ത്. ഈ കോൺഗ്രസ്സുകാർക്ക് ഒരു നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള ബുദ്ധിമുട്ടുള്ളൂ. ഇപ്പോൾ സഭയിലുള്ള UDF നേതാക്കന്മാരിൽ ഏറ്റവും സീനിയറായിട്ടുള്ള ആൾ P.K. കുഞ്ഞാലിക്കുട്ടിയാണ്. കുഞ്ഞാലിക്കുട്ടിയെ മുഖ്യമന്ത്രിയാക്കട്ടെ, എന്നിട്ട് ഇവരൊക്കെ മന്ത്രിമാരായിട്ടിരിക്കട്ടെ. നമസ്കാരം. ടോക്കിംഗ് പോയിന്റ് വിത്ത് അഡ്വക്കേറ്റ് A. ജയശങ്കറിലേക്ക് സ്വാഗതം. വോട്ടെടുപ്പിന് ശേഷം വോട്ടെണ്ണലിനായി കാത്തിരിക്കുകയാണ് കേരളം. ഇനി 5 വർഷം ആരായിരിക്കും നമ്മുടെ നാട് ഭരിക്കുക എന്നറിയുവാനായി. UDF മുൻതൂക്കമുണ്ട് എന്ന അഭിപ്രായ സർവേകൾ പുറത്തു വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള നിരീക്ഷണങ്ങളും വിലയിരുത്തലുകളും നമുക്ക് ചുറ്റും ഇത്തരത്തിൽ ചാനലുകളിലൂടെയും ഒപ്പം പലതരത്തിലുള്ള മാധ്യമങ്ങളിലൂടെയും വന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു വാർത്ത കൂടി വരികയാണ്. UDF എത്തിക്കഴിഞ്ഞാൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളത് സംബന്ധിച്ചുള്ള ചർച്ചയും തർക്കവും അഭിപ്രായങ്ങളും ഒക്കെ. അത് കോൺഗ്രസിനുള്ളിൽ വീണ്ടും തർക്കത്തിന് വഴിവെക്കുകയാണോ എന്ന് സംശയം ജനിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പരിശോധിക്കാൻ നമുക്ക് ഈ സാഹചര്യം. നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് A. ജയശങ്കർ. നമസ്കാരം സർ. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം സർ. ഈ കോൺഗ്രസിൽ നമ്മൾ കരുതിയിരുന്നത് പോലെ തർക്കങ്ങൾ വീണ്ടും മറനീക്കി പുറത്തേക്ക് വരികയാണോ? എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തർക്കത്തിൽ നിന്നൊക്കെ തന്നെ? അല്ല, കോൺഗ്രസ് പാർട്ടിയെക്കുറിച്ച് പ്രാഥമിക ജ്ഞാനമെങ്കിലുമുള്ള ആർക്കും ഇപ്പോൾ ഉരുണ്ടുകൂടി വരുന്ന ഈ മേഘപടലങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് ആകാശങ്കയോ ആകാംക്ഷയൊന്നും തോന്നേണ്ടതില്ല. കോൺഗ്രസ് പാർട്ടി ഏത് കാലത്തും ഇങ്ങനെയാണ്. ഇത്തവണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണൽ വരെ കുറച്ചധികം ദിവസം ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഈ രീതിയിലുള്ളൊരു ചർച്ച ഉരുത്തിരിഞ്ഞ് വന്നത്. ഇതില്ലെങ്കിൽ പോലും ഏതാണ്ട് ഒരു കൊല്ലത്തോളമായിട്ട് ഈ രീതിയിലൊരു ചിന്താഗതി അവിടെയുണ്ട്, സംസാരം അവിടെയുണ്ട്. അപ്പോൾ ഇതൊരു പുതുമയുള്ള കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പോൾ ഇത് മറ നീക്കി പുറത്തു വന്നിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കോൺഗ്രസ് വൃത്തങ്ങളിൽ ഈ വിഷയം നേരത്തെ തന്നെ സംസാര വിഷയമാണ്. ഇപ്പോൾ അത് കുറേ കൂടി പ്രകടമായിരിക്കുന്നു എന്ന് മാത്രം. മുമ്പ് കോൺഗ്രസ്സുകാരെ അടക്കം പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ നാട്ടുകാർ മുഴുവനും പറയുന്ന അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ ഈ കോൺഗ്രസ്സിലെ ഈ നേതൃസ്ഥാനത്തെക്കുറിച്ച് അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരുന്ന പരിഗണനയുടെ ഒരു പശ്ചാത്തലം പറയാമെന്ന് വെച്ചാൽ, കേരളത്തിലെ പറഞ്ഞാൽ 1967 കോൺഗ്രസ്സിന് വെറും 9 MLA മാത്രമുള്ള സമയത്ത് അന്ന് പാർലമെൻ്ററി പാർട്ടിയിൽ ലീഡറായിട്ടുള്ള ആൾ, ഏറ്റവും സീനിയറായിട്ടുള്ള ആൾ അലക്സാണ്ടർ പറമ്പിത്തറയായിരുന്നു. അദ്ദേഹത്തേക്ക് ഇപ്പോൾ ആളുകൾ മറന്നുപോയി. പറമ്പിത്തറ മാഷ് അദ്ദേഹത്തിന് പാർലമെൻ്ററി പാർട്ടി ലീഡറാവാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് K. കരുണാകരൻ ആ സ്ഥാനത്തേക്ക് വന്നത്. അദ്ദേഹം പിന്നെ ദീർഘകാലം ലീഡറായിട്ട് തുടർന്നു എന്നുള്ളതാണ്. 67-ലും പിന്നീട് 70-ലും 77-ലും 82-ലും 87-ലും 91-ലും കരുണാകരനെ തന്നെ ഐകകണ്ഠേന പാർലമെൻ്ററി പാർട്ടി ലീഡറായിട്ട് തിരഞ്ഞെടുത്തു. പിന്നെ യാതൊരു സംശയത്തിനും അവകാശമില്ല, അദ്ദേഹമാണ് ലീഡർ. 95-ൽ അദ്ദേഹത്തെ നേതൃസ്ഥാനത്തു നിന്നും മാറ്റും. അതിനാണ് കോൺഗ്രസ്സിലെ വിഖ്യാതമായ നേതൃത്വം മാറ്റ വിവാദം. അദ്ദേഹത്തെ മാറ്റുന്നു. അദ്ദേഹം മാറുമ്പോൾ ഉമ്മൻചാണ്ടി അവസാനത്തേക്ക് വരും എന്നാണ് ഉമ്മൻചാണ്ടിയും അദ്ദേഹത്തിൻ്റെ ആരാധകരും മറ്റ് വൃന്ദങ്ങളുമൊക്കെ ആഗ്രഹിച്ചത്. പക്ഷേ അവന് പ്രതീക്ഷിച്ചത് ആ സ്ഥാനത്തേക്ക് വന്ന ആൻ്റണിയായിരുന്നു. ആൻ്റണിയെ കൃത്യസമയത്ത് കേന്ദ്രത്തിലെ ജോലി രാജിവെച്ച് ഒരു വിമാനം പിടിച്ച് തിരുവനന്തപുരത്ത് വന്ന് ഇറങ്ങുകയും കരുണാകരനെ മാറ്റിയ വേക്കൻസിയിൽ അദ്ദേഹം പാർലമെൻ്ററി പാർട്ടി ലീഡറാവുകയും ചെയ്തു. അങ്ങനെ ആൻ്റണി മുഖ്യമന്ത്രിയായി. പിന്നീട് ആൻ്റണി 96-ൽ പ്രതിപക്ഷ നേതാവായി. 2001-ൽ വീണ്ടും മുഖ്യമന്ത്രിയായി. 2004-ലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടായപ്പോൾ ആൻ്റണി രാജിവെക്കേണ്ടതായിട്ട് വന്നു. ആൻ്റണി സ്വമനസാല രാജിവെച്ചാണോ അതോ സോണിയാഗാന്ധി അദ്ദേഹത്തോട് പറഞ്ഞ് രാജിവെപ്പിച്ചാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. ഏതായാലും ഇവിടെ ചതയദിനത്തിന് വന്ന സോണിയാഗാന്ധി തിരിച്ച് വിമാനത്താവളത്തിലേക്ക് പോയി. വിമാനത്താവളത്തിൽ ചെന്നതിന് ശേഷമാണ് ആൻ്റണി രാജി പ്രഖ്യാപിച്ചത്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അങ്ങനെ ആൻ്റണിയുടെ സ്ഥലത്ത് ഉമ്മൻചാണ്ടി വന്നു. അപ്പോഴാർക്കും സംശയമൊന്നുമില്ല ആരാ ലീഡർ, വരുന്ന തെരഞ്ഞെടുപ്പിൽ ആരാണ് നയിക്കുക, ഭൂരിപക്ഷം കിട്ടിയ ആരായിരിക്കും മുഖ്യമന്ത്രി, ആർക്കും ഒരു സംശയമില്ല. 2001-ൽ 2006-ൽ അതെ, ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു, വലിയ പരാജയം ഉണ്ടാകുന്നു. 2011-ൽ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ തന്നെ വീണ്ടും നേരിടുന്നു. ആർക്കും സംശയമില്ല ആരായിരിക്കും പാർട്ടിയെ നയിക്കുക.
ആരായിരിക്കും മുഖ്യമന്ത്രിയാകുക ഒരു സംശയമില്ല. രമേശ് ചെന്നിത്തല KPCC പ്രസിഡൻ്റായിട്ടുണ്ട്. അദ്ദേഹത്തിന് താക്കോൽ സ്ഥാനം കേന്ദ്ര ഗവൺമെൻറ് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ആണെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉമ്മൻചാണ്ടി തന്നെയാണ്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാവുന്നു. ചെന്നിത്തലയ്ക്ക് താക്കോൽ സ്ഥാനം അഥവാ ആഭ്യന്തര വകുപ്പ് കിട്ടാത്തതുകൊണ്ട് അദ്ദേഹം മന്ത്രിസഭയിൽ ചേരുന്നില്ല. അദ്ദേഹം KPCC പ്രസിഡൻ്റായിട്ട് തുടരുന്നു. 3 കൊല്ലം കഴിഞ്ഞ് താക്കോൽ സ്ഥാനം അദ്ദേഹത്തിന് തളികയിൽ വെച്ച് കൊടുക്കുന്നു. അങ്ങനെ അദ്ദേഹം ആഭ്യന്തരമന്ത്രിയാവും. KPCCക്ക് പുതിയ പ്രസിഡൻ്റായിട്ട് VM സുധീരൻ വരുന്നു. അപ്പോൾ ആർക്കും സംശയമൊന്നുമില്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ 3 നേതാക്കളും കൂടി കോൺഗ്രസിനെ നയിക്കുന്നു. വലിയ പരാജയം ഉണ്ടാകുന്നു. ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ കൂട്ടാക്കുന്നില്ല. ഉമ്മൻചാണ്ടി ഞാനില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിനൊക്കെ പ്രശ്നങ്ങൾ തുടങ്ങി. അങ്ങനെ ചെന്നിത്തല പ്രതിപക്ഷ നേതാവാകുന്നു. തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് ഇനി വരാൻ പോകുന്ന കാര്യമാണ് പ്രധാനം. ഇത് ഇവിടെ ഇതുവരെ ആർക്കും ഒരു സംശയമില്ല. കരുണാകരനുള്ളപ്പോൾ കരുണാകരനാണ്, ആന്റണിയുള്ളപ്പോൾ ആന്റണിയാണ്, ഉമ്മൻചാണ്ടിയുള്ളപ്പോൾ ഉമ്മൻചാണ്ടിയാണ്. ചെന്നിത്തല 5 കൊല്ലം പ്രതിപക്ഷ നേതൃസ്ഥാനം കഴിഞ്ഞിട്ട് 2021 തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? തീർച്ചയായിട്ടും ചെന്നിത്തലയാണല്ലോ പാർട്ടിയെ നയിക്കേണ്ടത്. ഗുണത്തിനാണെങ്കിലും ദോഷത്തിനാണെങ്കിലും. പക്ഷേ ആ സമയത്ത് ചില കുബുദ്ധികൾക്ക് ഒരു സംശയം തോന്നും. ചെന്നിത്തല മതിയോ പാർട്ടിയെ നയിക്കാൻ മീൻസ് ഇനി വരുന്ന മന്ത്രിസഭ ഉണ്ടാക്കാനെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതെ, സാധാരണയിൽ 5 കൊല്ലം കൂടുമ്പോൾ ഭരണമാറ്റം ഉണ്ടാവും. അവർ പറയുന്നു അല്ല ചെന്നിത്തല പോരാ എന്ന് പറഞ്ഞിട്ട് ഒരു 10 അംഗ കമ്മിറ്റി ഉണ്ടാക്കുന്നു. കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് ഉമ്മൻചാണ്ടിയെ തിരിച്ചു വിടും. ഉമ്മൻചാണ്ടിക്ക് അപ്പോഴത്തേക്ക് തീരെ വയ്യാത്ത അവസ്ഥയിലെത്തി. അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയൊക്കെ വളരെ മോശമായി. അത് അതിന് മുമ്പത്തെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തന്നെ ഉമ്മൻചാണ്ടിയെ കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യമൊക്കെ വളരെ പരിതാപകരമായ സ്ഥിതിയിലായിരുന്നു. അങ്ങനെ തീരെ നിവൃത്തിയില്ലാത്ത ഘട്ടത്തിൽ ഉമ്മൻചാണ്ടിയെ തിരിച്ചു വിട്ടുന്നു. ഈ 10 അംഗ കമ്മിറ്റിയുടെ ചെയർമാനാക്കിയിട്ട് ചെന്നിത്തല എല്ലാം നയിക്കുന്ന ഉമ്മൻചാണ്ടിയാണ്. ആ തെരഞ്ഞെടുപ്പിൽ വീണ്ടും തിരിച്ചടി ഉണ്ടാവും. ഇവർ വീണ്ടും പ്രതിപക്ഷത്താവും. അപ്പോൾ ആരും ഉമ്മൻചാണ്ടിയെ കുറ്റപ്പെടുത്തുന്നില്ല. ഇതൊക്കെ പല താല്പര്യക്കാരാണ് ഇതിന് പുറകിലുള്ളത്. ചെന്നിത്തലയുടെ പിടിപ്പില്ലായ്മ കൊണ്ടാണ് പോയത് എന്ന അഭിപ്രായം വരുന്നു. അതുകൊണ്ടുമല്ല പോയത്, കൊറോണ ആയതുകൊണ്ടാണ്. അങ്ങനെ ഒരു അന്തരാള ഘട്ടത്തിൽ ജനങ്ങൾ ഭയചകിതരായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ശക്തനായ ഒരു ഭരണാധികാരി വേണം എന്നൊരു തോന്നൽ ജനങ്ങളുടെ ഇടയിലുണ്ടാവും. സ്വാഭാവികമായിട്ടും അവർ LDFന് വോട്ട് ചെയ്യും. 2ാം പിണറായി സർക്കാർ ഉണ്ടാവും. ആ സമയത്ത് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വീണ്ടും ചെന്നിത്തലയെ തന്നെ പരിഗണിക്കും. നോർമലി ചെന്നിത്തല തന്നെയാണല്ലോ വരേണ്ടത്. ഇപ്പോൾ കരുണാകരൻ്റെ നേതൃത്വത്തിൽ എത്ര തിരിച്ചടി ഉണ്ടായപ്പോഴും കരുണാകരൻ തന്നെയാണ് പാർട്ടിയെ നയിച്ചത്. ആൻ്റണിയുടെ സമയത്ത് ആൻ്റണിയാണ് നയിച്ചത്. പക്ഷേ ചെന്നിത്തലയ്ക്ക് ആ രീതിയിലൊരു ഫെയർ പ്ലേ കിട്ടുന്നില്ല. ഒരു ന്യായമായ പരിഗണന അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ പിടിപ്പില്ലായ്മ കൊണ്ടാണ് പോയത് എന്ന ഒരു നറേറ്റീവ് വരും. അതുപോലെ KPCC പ്രസിഡൻ്റായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രനെ കുറിച്ചും ഇതുപോലെ അഭിപ്രായം വരും. അങ്ങനെ ആ സ്ഥാനത്തേക്ക് സുധാകരൻ KPCC പ്രസിഡൻ്റായിട്ടും VD സതീശൻ പ്രതിപക്ഷ നേതാവായിട്ടും വരും. അതിനെന്തൊക്കെയോ സെലക്ഷൻ പ്രോസസ്സ് നടത്തിയെന്നാണ് പറഞ്ഞത്. AICCയുടെ നിരീക്ഷകർ ഇവിടെ വന്ന് MLA-മാരെ ഓരോരുത്തരായിട്ട് കണ്ടു ചോദിച്ചു. അപ്പോൾ ഉമ്മൻചാണ്ടി പിന്തുണ കൊടുത്തത് ചെന്നിത്തലയ്ക്കായിരുന്നു. പക്ഷേ ഭൂരിപക്ഷം MLA-മാരും പിന്തുണച്ചത് സതീശനെ ആയിരുന്നു എന്ന് പറയുന്നു. ഏതായാലും സതീശൻ പ്രതിപക്ഷ നേതാവാകും. അപ്പോൾ സതീശൻ്റെ ഒരു പരാധീനത എന്ന് വെച്ചാൽ സതീശൻ നിയമസഭയിൽ നല്ല പെർഫോമൻസ് നടത്തുന്ന ആളാണ്, നല്ല പ്രഭാഷകനാണ്, കോൺഗ്രസിന് വേണ്ടി പല വേദികളിലും നന്നായിട്ട് പ്രസംഗിച്ചിട്ടുള്ളതാണ്. പക്ഷേ പുള്ളിക്ക് ഒരു പാൻ കേരള ഇമേജ് ആ സമയത്തും ഇല്ല സത്യത്തിൽ. മനസ്സിലായില്ലേ? അതെ. ഇപ്പോൾ കേരളത്തിലെ ഗ്രാമാന്തരങ്ങളിൽ വരെ അറിയപ്പെടുന്ന കരുണാകരനെ പോലെയോ ആന്റണിയെ പോലെയോ ഉമ്മൻചാണ്ടിയെ പോലെയോ ഈവൻ രമേശ് ചെന്നിത്തലയെ പോലെ അല്ലെങ്കിൽ സുധാകരനെയോ പോലെ അറിയപ്പെടുന്ന ഒരാളായിരുന്നില്ല സതീശൻ ആ സമയത്ത്. പക്ഷേ 5 കൊല്ലം അദ്ദേഹം കഠിനമായി പ്രയത്നിച്ചു. എല്ലാ ഘട്ടങ്ങളിലും എല്ലാ വേദികളിലും സർക്കാരിനെ നിരന്തരമായിട്ട് കുറ്റപ്പെടുത്തുകയും ആരോപണങ്ങൾ ഉന്നയിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ പ്രതിപക്ഷത്തെ സജീവമാക്കി നിലനിർത്തി. മാത്രമല്ല ഈ ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ ഉണ്ടായപ്പോൾ വളരെ ഫലപ്രദമായിട്ട് പ്രവർത്തിച്ചു. സ്ഥാനാർത്ഥികളെ വളരെ നേരത്തെ പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചരണം വളരെ കൃത്യമായിട്ട് സംഘടിപ്പിച്ചു. അങ്ങനെ വളരെ ബുദ്ധിമുട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഇപ്പോൾ പാലക്കാട് പോലെ ഉള്ള തെരഞ്ഞെടുപ്പുകളിൽ ഗംഭീരമായ പെർഫോമൻസ് കാഴ്ചവെച്ചു. അത് കഴിഞ്ഞ് വലിയ വെല്ലുവിളി നേരിട്ടുകൊണ്ടാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് PV അൻവറിനെ എതിരാക്കിക്കൊണ്ട് ലീഗിനെ പോലും അത്ര സുഖകരമല്ലാത്തൊരു നിലനിർത്തിക്കൊണ്ട് ആര്യാടൻ ഷൗക്കത്തിനെ അവിടെ മത്സരിപ്പിച്ച് അദ്ദേഹത്തെ വിജയിപ്പിച്ചു. അപ്പോൾ അത് ചെറിയ കാര്യമല്ല. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയാണ്. അവിടെയും സതീശൻ സ്റ്റേണായിട്ട് നിന്നു. ഒരു വിട്ടുവീഴ്ചയില്ല, ഇവനെ വച്ചുകൊണ്ടിരിക്കാൻ പാടില്ല, അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ ഇത്രയൊക്കെ ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും നേതൃസ്ഥാനത്ത് അദ്ദേഹമാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ആരാണ് ഈ വരുന്ന മീൻസ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതെ ആരായിരിക്കും പാർട്ടിയെ നയിക്കുക എന്നുള്ളൊരു പ്രശ്നമുണ്ട്.
രമേശ് മത്സരിക്കുന്നുണ്ട്, അദ്ദേഹമാണ് സീനിയർ, അദ്ദേഹത്തിന് ഭരണപരിചയമുണ്ട്. ചെറുപ്രായത്തിൽ MLA ആയ ആളാണ്, വളരെ ചെറുപ്രായത്തിൽ മന്ത്രിയായ ആളാണ്, പാർലമെൻറ്റ് മെമ്പറായിരുന്നു, കേരളത്തിൽ ആഭ്യന്തരമന്ത്രി വരെയായിരുന്നു, KPCC പ്രസിഡൻ്റായിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനം ഒഴിച്ച് ഒരു കേരളത്തിലൊരു കോൺഗ്രസ്സുകാരനെ ആഗ്രഹിക്കാവുന്ന എല്ലാ സ്ഥാനങ്ങളും കിട്ടിയ ആളാണ്, അദ്ദേഹമുണ്ട്. പിന്നെ പ്രതിപക്ഷ നേതാവ് ഭരിക്കുന്ന സതീശനുണ്ട്, രണ്ടുപേരുമുണ്ട്. ഈ രണ്ടിൽ ഒരാളായിരിക്കും സാധാരണഗതിയിൽ കേരളത്തിൽ മുഖ്യമന്ത്രി ആകേണ്ടത്, അങ്ങനെയല്ലേ? അതെ, നോർമലി അങ്ങനെയാണ് ആവേണ്ടത്. ഇപ്പോൾ കരുണാകരനുള്ളപ്പോൾ ആർക്കൂട്ടി സംശയം ഉണ്ടെന്നില്ല. കരുണാകരൻ ലീഡർ, അതുപോലെ ആൻ്റണി KPCC പ്രസിഡന്റ്. ലീഡർ മാറിക്കഴിഞ്ഞാൽ പ്രസിഡന്റിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാം. അതെ, ഇന്നൊരാൾ മാറുന്ന പ്രശ്നമില്ല. അപ്പോൾ ഇങ്ങനൊരു ഘട്ടത്തിൽ ആണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോയത്. തെരഞ്ഞെടുപ്പിന് പോകുന്നതിന് മുമ്പ് തന്നെ ഉപശാല വൃത്തങ്ങളിൽ ഒരു സംസാരമുണ്ട്. അതെന്താ വെച്ചാൽ, ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടെ UDF തിരിച്ചു വരും, സ്വാഭാവികമുള്ളൂ. കാരണം LDFനെതിരായിട്ടുള്ള വിപരീത വികാരം വളരെ ശക്തമാണ്. അപ്പോൾ UDF അധികാരത്തിൽ തിരിച്ചു വന്നാൽ MLAമാരിൽ നല്ലൊരു ഭാഗത്തെയും സ്വാധീനിക്കുന്നത് AICC ജനറൽ സെക്രട്ടറി രാഹുൽ ഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ ആയിരിക്കുന്ന KC വേണുഗോപാലായിരിക്കും. KC വേണുഗോപാലിൻ്റെ താല്പര്യം എന്ന് പറയുന്നത് കേരളത്തിൽ മുഖ്യമന്ത്രിയാകുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ട മറ്റു കാര്യങ്ങളൊക്കെ ആലോചിച്ച് വെച്ചിരുന്നു. അതായത് ഇരിക്കൂർ മണ്ഡലത്തിൽ നിന്ന് ജയിക്കുന്ന സജീവ് ജോസഫ്, ഇരിക്കൂറിൻ്റെ പ്രത്യേകത അവിടെ കോൺഗ്രസ്സുകാർ മാത്രമേ ജയിക്കുള്ളൂ, കുടിയേറ്റ മേഖലയാണ്. അതെ, അതെ. സജീവ് ജോസഫ് രാജിവെക്കുന്നു, ആ സ്ഥാനത്ത് വേണുഗോപാൽ മത്സരിക്കുന്നു, അദ്ദേഹം MLA ആവുന്നു, മുഖ്യമന്ത്രി ആവുന്നു. ആദ്യം മുഖ്യമന്ത്രിയായിട്ട് പിന്നെ MLA ആയാൽ മതി, ആൻ്റണി പണ്ട് ചെയ്ത പോലെ. ആൻ്റണി കഴക്കൂട്ടത്ത് മത്സരിച്ച് ആദ്യം മുഖ്യമന്ത്രി ആവുന്നു, അത് കഴിഞ്ഞ് പിന്നീട് തിരൂരങ്ങാടിയിൽ നിന്ന് ജയിച്ച് രണ്ടാമതും മുഖ്യമന്ത്രി ആവും. 2 പ്രാവശ്യവും അങ്ങനെയാണ് ചെയ്തത്. നായനാരും അതുപോലെ ചെയ്തിട്ടുണ്ട്, തലശ്ശേരിയിൽ നിന്ന് മത്സരിച്ച് അദ്ദേഹം കേരളത്തിൽ മുഖ്യമന്ത്രിയായിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു തിരക്കഥ നേരത്തെ തൊട്ടുണ്ട്. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായ വലിയൊരു വിവാദം ഓർക്കല്ലേ, MP മാർ മത്സരിക്കണോ വേണ്ടയോ എന്നുള്ളതായിരുന്നു. അപ്പോൾ MP മാർ മത്സരിക്കാമെന്ന് വെച്ചാൽ ഈ മത്സരിക്കുന്ന ആളുകളൊക്കെ രാജ്യം നന്നാൻ വേണ്ടിയിട്ടല്ല മത്സരിക്കുന്നത്. അടൂർ പ്രകാശിന് മത്സരിക്കണം, കൊടിക്കുന്നിൽ സുരേഷ് മത്സരിക്കണം, ആൻ്റണിക്ക് മത്സരിക്കണം, D കുര്യാക്കോസ് മത്സരിക്കാൻ വിരോധമില്ല, നിർബന്ധിക്കണം. അതുപോലെ എനിക്കൂടെ ബെന്നി ബെഹനാൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ ഒഴിച്ച് ബാക്കി എല്ലാവരും മത്സരിക്കാൻ തയ്യാറായിരുന്നു. MK രാഘവൻ തയ്യാറാണ്. ഈവൻ തെരഞ്ഞെടുപ്പ് രംഗത്തൊക്കെ പോയ മുല്ലപ്പള്ളി രാമേന്ദ്രൻ തയ്യാറാണ്, MM ഹസൻ തയ്യാറാണ്. എല്ലാവർക്കും രാജ്യസേവനത്തിന് വേണ്ടിയിട്ടല്ല, അവർക്കൊക്കെ മന്ത്രിയാൻ വേണ്ടിയിട്ടാണ്. സാർ, ഈ 10 വർഷം ഈ പാവങ്ങൾ 10 വർഷം മാറി നിന്നതല്ലേ, അവരൊക്കെ ആഗ്രഹിക്കുന്നതിൽ തെറ്റുണ്ടോ എന്നാണ് ചിലരൊക്കെ ചോദിക്കുന്നത്. അല്ല, അതിലൊരു തെറ്റുമില്ല. ഇപ്പോൾ ശക്തൻ നാടാർ എത്ര കൊല്ലമായിട്ട് വിട്ടു നാളെ പുള്ളി വീണ്ടും വന്നില്ലേ? അതെ, പഴയ ഖദർകൂപ്പായൊക്കെ അലക്കി തേച്ച് ഇസ്തിരി ഇട്ട് അദ്ദേഹം വന്നു. അത് ഒരുപക്ഷെ ജയിച്ചു പോകുന്ന പറഞ്ഞത് നെയ്യാറ്റിൻകര. അതുപോലെ വർക്കല കഹാർ ഇതുപോലെ ഇട്ടിട്ട് പോയ ആളാണ്, ഇതാ തിരിച്ചു വന്നു. അതെ, പണ്ട് പോന മച്ചാൻ തിരുമ്പി വന്നാന്ന് പറയും. അപ്പോൾ ഈ പോന മച്ചാന്മാർ പലരും തിരുമ്പി വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവരൊക്കെ പറയുന്നത് അതും കുഴപ്പമില്ല, ജനാധിപത്യം ഉള്ളൂ, അതിന് അപ്പർ ഏജിനെ പറ്റൊന്നും ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. പണ്ട് VR കൃഷ്ണയറിലപ്പോൾ സ്വാമി പറയായിരുന്നു, രാഷ്ട്രീയക്കാർക്ക് റിട്ടയർമെൻറ്റ് ഏജ് എന്നുള്ളതൊന്നുമില്ല, 100 വയസ്സാണ് ഒരു രാഷ്ട്രീയക്കാരൻ്റെ വിരമിക്കൽ പ്രായം എന്നാണ്. അല്ലെങ്കിൽ നമ്മളൊക്കെ തന്നെ തമാശയായിട്ട് പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്, കോൺഗ്രസ്സിൽ കണ്ടും കണ്ടുകൂടെ ചെവിയും കേൾക്കാതായി കഴിയുമ്പോൾ എന്ത് ചെയ്യും, അയാൾ ഗവർണറായിട്ടയക്കും. ഇരുന്നിടത്ത് എഴുതാക്കാൻ പറ്റുന്ന മുമ്പ് ഉപരാഷ്ട്രപതിയോ രാഷ്ട്രപതിയായിട്ട് നിയമിക്കും എന്ന് പറഞ്ഞ പോലെ. പണ്ടൊക്കെ ആണെങ്കിൽ ഗവർണറായി പോകാൻ പ്രായമായ ആളുകളാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കുറേ ആളുകൾ. അതെ. അപ്പോൾ ഇവരൊക്കെ മത്സരിക്കുന്നു, അതിൽ തെറ്റൊന്നുമില്ല. അങ്ങനെ മത്സരിക്കുമ്പോൾ ഈ സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കുമ്പോൾ ഇതിന് പറ്റിയിട്ടുള്ളൊരു തകരാറ്, ഇപ്പോൾ കേരളത്തിലെ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഒരു തോത് വെച്ച് നോക്കുകയാണെങ്കിൽ UDFനോട് 90, 100, 110 സീറ്റ് വരെ ജയിക്കാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. പക്ഷേ അത് പ്രാബല്യത്തിൽ വരാതെ പോയതെന്ന് വെച്ചാൽ അത്ര കിട്ടില്ല. അതിൻ്റെ കാരണം ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ വന്ന പാളിച്ചകളാണ്. അതായത് ജയിക്കാവുന്ന സീറ്റിൽ തോൽക്കാവുന്ന സ്ഥാനാർത്ഥികളെ ഫീൽഡ് എന്നാണ്. ആ മണ്ഡലത്തിൽ തീരെ പറ്റാത്ത ആളുകളെ അതാത് മണ്ഡലങ്ങളിൽ പ്ലേസ് ചെയ്തു. അപ്പോൾ എന്ന് പറഞ്ഞു വെച്ചാൽ പലവിധ പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ സാമുദായികമായ പരിഗണനകൾ വരും, ഗ്രൂപ്പ് പരിഗണനകൾ വരും, മറ്റ് പല പ്രശ്നങ്ങളും വരും. പിന്നെ ചിലതൊക്കെ പേയ്മെൻറ്റ് സീറ്റാണ്, ചിലതൊക്കെ മറ്റ് ബാഹ്യശക്തികളുടെ താല്പര്യത്തിന് വിധേയമായിട്ട് വിതരണം ചെയ്ത സീറ്റുകളാണ്. അപ്പോൾ ഇങ്ങനെ പലതുമുണ്ട്. സമുദായ സംഘടനകളുടെ താല്പര്യപ്രകാരം വന്ന ആളുകളുണ്ട്, ക്രിസ്ത്യൻ ബിഷപ്പുമാരുടെ താല്പര്യപ്രകാരം വന്നവരുണ്ട്, അല്ലെങ്കിൽ പണം കൊടുത്ത് വാങ്ങിച്ച സീറ്റുണ്ട്. ഇതൊക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളതാണ്, പണ്ടുമുള്ളതാണ് ഇപ്പോഴുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിൽക്കുന്നു. അപ്പോൾ 100 സീറ്റൊന്നും കിട്ടുകയില്ല, ഒരു 80-85 സീറ്റ് വരെ പോകാം, ചിലപ്പോൾ 90 വരെ എത്താം, അത്രേ ഉള്ളൂ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അപ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പിന്നെയും 5 ആഴ്ച 6 ആഴ്ച ബാക്കിയുണ്ട് വോട്ടെണ്ണാനായിട്ട്. ഈ സമയത്ത് വീണ്ടും ഒരു ചർച്ചാ വിഷയമാണ്
അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ നിലവിലുള്ള 2 ആളുകൾ പുറമേ ഇദ്ദേഹത്തിൻ്റെ പേര് കൂടി പരിഗണനയ്ക്ക് വരികയാണ്. പുള്ളി ആയിരിക്കും വരുന്ന മുഖ്യമന്ത്രി എന്ന ഒരു മുറുമുറുപ്പ് അത് നിലവിലുണ്ട്. അതിനിപ്പോൾ ഒരു പ്രചാരം കിട്ടി. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ കഴിയുമ്പോഴത്തേക്കും ഇദ്ദേഹത്തിൻ്റെ പേര് സർവ്വസമ്മതമായിട്ട് കേരളത്തിലെമ്പാടും അത് അംഗീകരിപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു വിദ്യയാണ് ഇപ്പോൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അതാണിപ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് വരുന്നു, കെ.സി. വേണുഗോപാലായിരിക്കും കേരളത്തിന് വരുന്ന മുഖ്യമന്ത്രി എന്നൊരു നറേറ്റീവ് ഉണ്ടാക്കി അതിനൊരു പരിധി വരെ ഒരു പ്രചാരം കൊടുക്കി ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിനിധിയായിട്ട് നോമിനിയായിട്ട് ഇദ്ദേഹം വരുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പണ്ടത്തെ ഗ്രൂപ്പ് സംവിധാനം ഇപ്പോൾ ഇല്ല. പണ്ട് ഐ ഗ്രൂപ്പ് എ ഗ്രൂപ്പ് 2 വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റുകൾ, പിന്നെ അതിന് പുറത്ത് ഈ തിരുത്തൽവാദി തിരുമൽവാദി അല്ലെങ്കിൽ ഗ്രൂപ്പില്ലാത്ത ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ ഗ്രൂപ്പുകളായിരുന്നു. ഇപ്പോൾ ആ രീതിയിലുള്ള ഗ്രൂപ്പ് പരിഗണനകൾ ഇല്ലാതായി. എ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പ് ഒന്നും ഫലത്തിലില്ല. എ ഗ്രൂപ്പ് മിക്കവാറും ഇല്ലാതെ ഉമ്മൻചാണ്ടി മരിച്ചോട്ട്. പിന്നെ ബാക്കി എ ഗ്രൂപ്പുകാരെന്ന് വെച്ചാൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കെ.സി. ജോസഫ്, അങ്ങനെയുള്ള ആളുകളാണ്. ആൻ്റണി അവരൊന്നും ഇപ്പോൾ പഴയ പോലെ ഗ്രൂപ്പ് കളിക്കാൻ പറ്റിയ അവസ്ഥയിലല്ല. പിന്നെ അവശിഷ്ട എ ഗ്രൂപ്പുകാരുടെ നേതൃത്വം ഈ കെ.സി. വേണുഗോപാൽ ഏറ്റെടുത്തു. അങ്ങനെയാണ് പല മണ്ഡലങ്ങളിലും ഈ അട്ടിമറി സ്ഥാനാർത്ഥികൾ വന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പഴയ ഐ ഗ്രൂപ്പ് ഇപ്പോൾ പഴയ രൂപത്തിലില്ല. വേണുഗോപാലൻ ഐ ഗ്രൂപ്പുകാരനാണ്. അപ്പോൾ വേണുഗോപാലും ഐ ഗ്രൂപ്പിലില്ല, ചെന്നിത്തലയും സതീശനും ഐ ഗ്രൂപ്പുകാരാണ്. അങ്ങനെ പക്ഷേ അവർക്ക് അവരുടെ ഏറ്റവും നിൽക്കുന്ന ആളുകൾക്ക് ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ സതീശൻ ഒരുപാട് പെടാപ്പാട് വിട്ടിട്ടാണ് മുഹമ്മദ് ഷിയാസിന് ഇവിടെ കൊച്ചിയിലൊരു സീറ്റ് കൊടുക്കാൻ പറ്റിയത്. രമേശിൻ്റെ ഏറ്റവും അടുത്ത ആളാണ് ജോസഫ് വാഴക്കൻ പോസ്റ്റ് അടിച്ചതിന് ശേഷമാണ് ഏറ്റുമാനൂർ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം പിന്തള്ളപ്പെട്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ മൊത്തത്തിലൊരു അവ്യവസ്ഥ നിലനിൽക്കുന്നു. ഈ ഒരു സാഹചര്യം എങ്ങനെയെങ്കിലും മുതലാക്കി ഈ തിരഞ്ഞെടുക്കപ്പെട്ട് വരുന്ന MLA-മാർക്ക് പലതരത്തിലുള്ള ഓഫറുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബലപരീക്ഷണത്തിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ശേഷം ഇന്ന ആനുകൂല്യങ്ങൾ ഇന്ന പദവികൾ തരാം എന്ന രീതിയിൽ ചില വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. സമുദായ സംഘടനകളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ വേണുഗോപാലിൻ്റെ ഒരു ദൂതനായിട്ടാണ് AP അനിൽകുമാർ കഴിഞ്ഞ ദിവസം പാണക്കാട് തങ്ങളെ പോയി കേട്ടത്. അങ്ങനെ ഘടകകക്ഷികളെ സ്വാധീനിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. പിന്നെ AICC-യെ കൊണ്ട് ഇടപെടിച്ച് ഏറ്റവും അവസരം ഹൈക്കമാൻഡാണല്ലോ തീരുമാനിക്കുക ആര് മുഖ്യമന്ത്രിയാണ്. ഇവിടെ നിന്ന് ഇത്രയും MLA-മാർ ജയിച്ചുകൊണ്ടല്ലോ അവരെല്ലാം കൂടി വട്ടം കൂടി നിന്നിട്ട് ഒരാളെ തീരുമാനിച്ചാൽ പോരെ. അത് ചെയ്യില്ല, ആ പ്രശ്നമില്ല. എല്ലാവരും പറഞ്ഞ ഒറ്റ കാര്യമാണ്, അതെന്താണ് മുഖ്യമന്ത്രി ഹൈക്കമാൻഡ് തീരുമാനിക്കും. ഈ ഹൈക്കമാൻഡിൻ്റെ ആവശ്യം ഇവർക്ക് തന്നെ തീരുമാനിച്ചപ്പോൾ ഈ വിജയിച്ച MLA-മാർ കൂടി നിന്നിട്ട് കൂടുതൽ വോട്ടിന് ആൾക്കാർ കിട്ടിയത് ആ ആൾ മുഖ്യമന്ത്രിയാവുക എന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നു. അതിന് പകരമായിട്ട് ഹൈക്കമാൻഡിനെ കെട്ടിയിറക്കി കൊണ്ടുവരുന്നു. അപ്പോൾ എന്താ പറ്റുന്നത് വെച്ചാൽ ഇത് ഭരണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇല്ലേ, വോട്ടുണ്ടെന്നതിന് മുമ്പ് തന്നെ ജനങ്ങളുടെ ഇടയിൽ ഒരു വിപരീത വികാരം ഉണ്ടാക്കിയിട്ട് ഭരണം തുടങ്ങിയിട്ട് അത് മോശമാവണി നമുക്ക് മനസ്സിലാക്കാം. അതിന് മുമ്പ് തന്നെ പ്രതിച്ഛായ തകർക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ UDF-ന് വോട്ട് ചെയ്ത് പോയാലോ എന്ന ആളുകൾ കുറച്ച് കഴിയുമ്പോൾ വിലപിക്കാനും അവരവരെ തന്നെ ശപിക്കാനും തുടങ്ങും. അതാണ് ഇതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള പ്രത്യാഘാതം. കുറച്ച് കഴിയുമ്പോൾ ആളുകൾ പിണറായി വിജയൻ എന്തൊരു മഹാനായിരുന്നു, ഈ വക ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പുള്ളിയുടെ അന്വേഷണപ്രകാരം മന്ത്രിമാരെ തീരുമാനിക്കും, അദ്ദേഹത്തിൻ്റെ മാത്രം താല്പര്യപ്രകാരം വകുപ്പുകൾ വിഭജിക്കാൻ ചെയ്ത് കൊടുത്ത ആളാണല്ലോ എന്ന് പറയും. അപ്പോൾ ഇത് വളരെ മോശപ്പെട്ട ഒരു പരിണതിയിലേക്ക് പോകും. അതല്ല ഘടകകക്ഷികൾ ഈ കോൺഗ്രസ് ലെജിസ്ലേച്ചർ പാർട്ടിയിൽ ലീഡറെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഘടകകക്ഷികൾക്ക് ഒരഭിപ്രായത്തിന് അവസരം കൊടുത്താൽ ഈ ഘടകകക്ഷികളുടെ കക്ഷത്തിലായിരിക്കും കോൺഗ്രസിൻ്റെ കഴുത്ത്. ആൻ്റണിക്ക് പറ്റിയതാണ്, ഉമ്മൻചാണ്ടിക്ക് പറ്റിയതാണ്. ഈ കരുണാകരനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് ഉമ്മൻചാണ്ടി സംഘവും ചേർന്നിട്ടാണ് ലീഗിൻ്റെയും കേരള കോൺഗ്രസിൻ്റെയും ഒക്കെ നേതാക്കന്മാരിൽ ഇടപെടിച്ചത്. അതിനുശേഷം കോൺഗ്രസ്സിന് ഒരിക്കലും സ്വതന്ത്രമായിട്ട് തീരുമാനമെടുക്കാൻ പറ്റില്ല. കാരണം എല്ലായ്പ്പോഴും ഈ ആൻ്റണിയുടെ കഴുത്ത് കുഞ്ഞാലിക്കുട്ടിയുടെ കക്ഷത്തിലാണ്. പിന്നീട് ഉമ്മൻചാണ്ടിക്കും അതേ ഗതി തന്നെ ഉണ്ടായി. അപ്പോൾ ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഘടകകക്ഷികളെ ഇതിൽ ഉൾപ്പെടുത്തും. പിന്നെ മറ്റു തരത്തിലുള്ള സമ്മർദ്ദങ്ങളും പ്രലോഭനങ്ങളും ഭീഷണികളും മുഴക്കിയിട്ട് MLA-മാരെ കൂടെ നിർത്തി ഇല്ലാത്ത ഭൂരിപക്ഷം ഉണ്ടാക്കി ഇങ്ങനെ ഒരു നേതാവ് വിമാനത്തിൽ വന്നിറക്കും. അപ്പോൾ ഇതൊക്കെ കേരള രാഷ്ട്രീയത്തിൽ വളരെ 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 മോശപ്പെട്ട പ്രവണതയാണ് ഉണ്ടാക്കാൻ പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സാർ, ഇപ്പോൾ പ്രശ്നം കോൺഗ്രസിനുള്ളിൽ ഒരു സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ്. മുതിർന്ന നേതാക്കളൊക്കെ തന്നെ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് പരസ്യമായി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. ജനങ്ങളെ കൊണ്ട് അതും ഇതും പറയിക്കരുത്,
ഘടകകക്ഷികൾ പോലും അതൃപ്തി പരസ്യമായി തന്നെ പ്രകടമാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, സാറിൻ്റെ നിരീക്ഷണത്തിൽ ഈ 3 പേര്, അതായത് ഇപ്പോൾ രമേശ് ചെന്നിത്തല, കെ സി വേണുഗോപാൽ, വി ഡി സതീശൻ, ഈ 3 പേരാണല്ലോ രംഗത്തുള്ളത്. രമേശ് ചെന്നിത്തലയുടെ ആരോപണങ്ങൾ എല്ലാം വളരെ കുറുക്കിക്കൊള്ളുന്നതായിരുന്നു ഒന്നാം പിണറായി സർക്കാരിനെ. അതേസമയം വി ഡി സതീശൻ ഒരു ചങ്കുറപ്പുള്ള നേതാവിനെ പോലെ, ഒരു പേടിയുമില്ലാതെ പിണറായി വിജയനെ പോലെ കരുത്തനായ ഒരു നേതാവിനെ എപ്പോഴും ചോദ്യം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നു. കെ സി വേണുഗോപാൽ കേന്ദ്രത്തിൽ കോൺഗ്രസിനൊപ്പം നിൽക്കുന്നയാൾ, രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വിശ്വസ്തൻ. അപ്പോൾ ഈ 3 പേരുടെയും രാഷ്ട്രീയ കഴിവിനെക്കുറിച്ച് എന്താണ് അങ്ങയുടെ അഭിപ്രായം? 3 പേരിൽ ആര് വരുന്നതായിരിക്കും കൂടുതൽ ഗുണം ചെയ്യുക? അല്ല, ഇതിൽ 3 പേരെ തമ്മിൽ താരതമ്യം ചെയ്യാൻ പറ്റില്ല. 3 പേരും 3 തരത്തിൽപ്പെട്ട രാഷ്ട്രീയ വ്യക്തിത്വത്തിന് ഉടമകളാണ്. ഇപ്പോൾ രമേശിൻ്റെ കാര്യം പറഞ്ഞാൽ പുള്ളി വളരെ ചെറുപ്രായത്തിൽ MLA ആയ ആളാണ്. അതെ. നന്നേ ചെറുപ്പത്തിൽ മന്ത്രിയായ ആളാണ്. ദീർഘകാലം നിയമസഭയിലും അതിനേക്കാൾ കൂടുതൽ സമയം പാർലമെൻറ്റിലും അംഗമായിരുന്ന ആളാണ്. KSUവിൻ്റെ പ്രസിഡൻ്റായിരുന്നു, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നു, NSUവിൻ്റെ പ്രസിഡൻ്റായിരുന്നു, ദീർഘകാലം KPCC പ്രസിഡൻ്റായിരുന്നു. സമീപകാലത്ത് ഏറ്റവും അധികം സമയം KPCC പ്രസിഡൻ്റായിട്ടുള്ള അദ്ദേഹമാണ്. പിന്നെ ആഭ്യന്തരമന്ത്രിയായിരുന്നു. അപ്പോൾ തൊട്ടടുത്ത് വരെ എത്തിയ ആളാണ്. പിന്നെ പ്രതിപക്ഷ നേതാവ്. അപ്പോൾ എല്ലാ പദവികളും വഹിച്ച ആളാണ്. മുഖ്യമന്ത്രി ആയാലും അദ്ദേഹത്തിൻ്റെ ഭരണപരിചയം അത് പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എക്സ്പീരിയൻസ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതെ അതെ. കോൺഗ്രസ്സിനകത്തുള്ള ആളുകളെ കൊണ്ടുനടക്കാനും ഘടകകക്ഷികളുമായിട്ട് നല്ല ബന്ധം പുലർത്താനും ഒക്കെ അദ്ദേഹത്തിന് സാധിക്കും. അദ്ദേഹം ഇരുത്തം വന്ന ഒരു നേതാവാണ്. അപ്പോൾ ആ നിലയ്ക്ക് നമുക്ക് അദ്ദേഹത്തെ ഒഴിവാക്കാൻ പറ്റുകയില്ല. സതീശനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അദ്ദേഹത്തിന് ഭരണപരിചയമില്ല. നേരത്തെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു പദവി വഹിച്ചിട്ടില്ല. ദീർഘകാലം MLA ആയിരുന്നു. നല്ലൊരു നിയമസഭാ സാമാജികനാണ്, പാർലമെൻറ്റേറിയനാണ്. വാദപ്രതിവാദങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ കഴിവ് പലതവണ തെളിയിച്ചതാണ്. പിന്നെ കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ പിണറായി സർക്കാരിനെതിരായിട്ട് സന്ധിയില്ലാ സമരം നടത്തിയ ആളാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതെ അതെ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ നിരന്തരമായി സഞ്ചരിക്കുക, പ്രവർത്തകരെ ഉത്തേജിപ്പിക്കുകയും കിട്ടാവുന്ന എല്ലാ ആയുധങ്ങളും ഉപയോഗിച്ച് സർക്കാരിനെ എതിർക്കുകയും, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാനും അവരുടെ തെരഞ്ഞെടുപ്പ് സംഘടിപ്പിക്കാനും വിജയം ഉറപ്പാക്കാനും നടത്തിയ ശ്രമം, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ അദ്ദേഹം ധീരമായ നേതൃത്വമാണ് കൊടുത്തത്, അല്ലെങ്കിൽ ആ ഒരു സംശയമില്ല. അപ്പോൾ ആ നിലയ്ക്ക് അദ്ദേഹവും തുല്യ നിലയിൽ യോഗ്യനാണ്, പരിഗണിക്കപ്പെടേണ്ടുന്ന ആളാണ്. അത് ഒരു കാര്യം. ഇനിയിപ്പോൾ ചെന്നിത്തല മുഖ്യമന്ത്രിയാണെങ്കിൽ 2ാം സ്ഥാനക്കാരനായിട്ട് സതീശൻ വരാം. സീനിയർ ആൾ ചെന്നിത്തല ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു മാത്രമല്ല അദ്ദേഹം മത്സരിക്കുന്നു, രണ്ടുപേരും മത്സരിക്കുന്നു, രണ്ടുപേരും ജയിക്കും. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും രണ്ടുപേരെ അക്കമഡേറ്റ് ചെയ്യേണ്ടി വരും. സതീശൻ്റെ കീഴിൽ ചെന്നിത്തല ഇരിക്കാന്ന് വെച്ചാൽ കുറച്ച് അഭംഗിയുണ്ട് അതിനകത്ത്. കാരണം സീനിയർ നേതാവാണ്. അതെ അതെ. ചെന്നിത്തല ആദ്യം MLA ആവുന്നത് 1982-ലാണ്, സതീശനാവുന്നത് 2001-ലാണ്. അത്രയും വ്യത്യാസം ഇവർ തമ്മിലുണ്ട്. അപ്പോൾ ആ ഒരു വല്ലായിക അതിൻ്റെ അകത്തുണ്ട്. തീർച്ചയായിട്ടും സീനിയർ ചെന്നിത്തലയാണ്. ഞാനിപ്പോൾ ഇന്നാൾ വരണം എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞാൽ രണ്ടുപേരും തുല്യ നിലയിൽ യോഗ്യന്മാരാണ്. പക്ഷേ സതീശൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ചെന്നിത്തല മറ്റൊരു പദവിയിൽ മന്ത്രിസ്ഥാനത്തേക്ക് ഇരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഒരഭംഗി അതിൻ്റെ അകത്തുമുണ്ട്. അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം അതിൻ്റെ അകത്തുണ്ട്. എന്നാലും രണ്ടുപേരും തുല്യ നിലയിൽ യോഗ്യന്മാരാണ്. നേരെ മറിച്ച് ഇവർ രണ്ടുപേരും ഇവിടെ യോഗ്യന്മാരായിട്ട് നിൽക്കുമ്പോൾ അതെ, അതാണ് അതിൻ്റെ അകത്തൊരു വലിയ വിരോധാഭാസം, അല്ലെങ്കിൽ ഒരു നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ 2 യോഗ്യന്മാർ ഇവിടെ നിൽക്കുകയാണ്. ഒരാൾ ഒരു വിധത്തിൽ യോഗ്യൻ, മറ്റൊരാൾ മറ്റൊരു വിധത്തിൽ യോഗ്യൻ. രണ്ടുപേരും തുല്യ നിലയിൽ യോഗ്യന്മാരായിട്ട് നിൽക്കും. അപ്പോൾ ഈ ചിത്രത്തിൽ ഇല്ലാത്ത ഒരാൾ, ദൈനംദിനമായിട്ട് ഇവിടെ പ്രവൃത്തിയിൽ ഇല്ലാത്ത ആൾ, അതേ കേന്ദ്രത്തിലിരുന്നിട്ട് സാമ്രാജ്യത്വത്തെ ഫാസിസത്തെയൊക്കെ തോൽപ്പിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധിക്ക് ബുദ്ധി ഉപദേശിച്ചുകൊണ്ടിരിക്കുന്ന ആൾ പെട്ടെന്ന് ഒരു ദിവസം ഞാൻ ഇത്ര നാൾ ബുദ്ധി ഉപദേശിച്ച് നിർത്തുകയാണ്, ഞാനിനി കുറച്ചാൾ മുഖ്യമന്ത്രിയായിട്ട് നിങ്ങളെ ഭരിച്ചു നോക്കാം എന്ന് പറഞ്ഞ് വരുന്നതിൽ വലിയൊരു അസ്വാഭാവികതയുണ്ട്. മാത്രവുമല്ല, പാർലമെൻറ്റ് അംഗങ്ങൾ ആരും മത്സരിക്കരുതെന്നുകൊണ്ടാണല്ലോ ഈ അടൂർ പ്രകാശിൻ്റെ സീറ്റ് നിഷേധിച്ചത്. അതെ, അത് പറഞ്ഞാണല്ലോ കൊടിക്കുന്നിൽ സുരേഷിനെ മാറ്റി നിർത്തിയത്. അത് പറഞ്ഞാണല്ലോ MK രാഘവനെ മാറ്റി നിർത്തിയത്. ഈ രാജ്മോഹൻ ഉണ്ണിത്താനും ബെന്നി ബെഹനാനും ഒഴിച്ച് ബാക്കി എല്ലാവരും മത്സരിക്കാൻ തയ്യാറായിരുന്നു. ഷാഫി പറമ്പിൽ വരെ തയ്യാറായിരുന്നു, D കുര്യാക്കോസ് തയ്യാറായിരുന്നു. അവരൊക്കെ മാറ്റി നിർത്തിയത് ഇവർ പാർലമെൻറ്റ് അംഗങ്ങളാണെന്നുകൊണ്ടാണ്. അപ്പോൾ ഇത്തരം പാർലമെൻറ്റ് അംഗങ്ങളെ മാറ്റി നിർത്തിയിട്ട് പാർലമെൻറ്റ് അംഗമായ ഞാൻ ഇനി ഇവിടെ നിലവിലുള്ളൊരു MLA രാജിവെപ്പിച്ച് കേരളത്തിൽ മുഖ്യമന്ത്രി ആകാം. അപ്പോൾ 2 സ്ഥലത്തും ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരും. ഒന്ന് ഈ നേരത്തെ ഉണ്ടായിരുന്ന MLAയുടെ ഇരിക്കൂർ സീറ്റിലും, പിന്നെ ഇദ്ദേഹം പ്രതികരിക്കുന്ന ആലപ്പുഴ സീറ്റിലുമായിരിക്കും. അപ്പോൾ ഇത് ഒരു വലിയ ഒരു അഭംഗിയല്ലേ എന്നുള്ള ചോദ്യമാണ്. അതെ. ഇപ്പോൾ കരുണാകരൻ രാജകേസിൽപ്പെട്ട് രാജിവെച്ചപ്പോൾ ആന്റണി വന്ന് നമുക്ക് മനസ്സിലാക്കാം, വേറെ മാർഗമില്ല. അല്ലെങ്കിൽ
അതുപോലെ ഇപ്പോൾ അച്യുതാനന്ദൻ തെരഞ്ഞെടുപ്പിൽ തോറ്റതുകൊണ്ട് നായനാർ മുഖ്യമന്ത്രി വന്നു. ഇപ്പോൾ തലശ്ശേരിയിൽ മമ്മു മാസ്റ്ററെ രാജിവെപ്പിച്ചിട്ട് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചു പറഞ്ഞു കേട്ടു. അതും നമുക്ക് മനസ്സിലാക്കാം. അതൊക്കെ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ എക്സ്പീരിയൻസിൽ സംഭവിച്ചതാണ്. ഇതങ്ങനെയല്ലല്ലോ. ഇതിവിടെ 2 യോഗ്യന്മാർ നിൽക്കുമ്പോൾ മൂന്നാമതൊരു യോഗ്യൻ ക്രാഷ് ലാൻഡ് ചെയ്യുകയാണ്. അത് വളരെ മോശപ്പെട്ടൊരു പ്രവണത ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്തരത്തിൽ ഒരു സംഭവം നിൽക്കുന്നുണ്ട്. പക്ഷേ UDF ആയതുകൊണ്ട്, കോൺഗ്രസ് ആയതുകൊണ്ട് നമുക്ക് ഈ സഭകൾക്ക് സമ്മതൻ ആര്, അതുപോലെ തന്നെ NSSന് സമ്മതൻ ആര്, ലീഗിന് സമ്മതൻ ആര്, ഇതൊക്കെ പ്രധാനപ്പെട്ട ഘടകങ്ങളായി വരികയും ചെയ്യും തോന്നുന്നു അല്ലേ സാർ? അല്ല, അതൊക്കെയാണ് ഈ കോൺഗ്രസിൻ്റെ ദൗർബല്യം. കോൺഗ്രസിൻ്റെ ലീഡർ ആരാണെന്നുള്ളത് കോൺഗ്രസ്സുകാരല്ലേ തീരുമാനിക്കേണ്ടത്. അല്ലാതെ ഉണ്ട് ലീഗുകാരാണോ, കേരള കോൺഗ്രസ്സുകാരാണോ, ചങ്ങനാശ്ശേരി മെത്രാനാണോ, SNDP ജനറൽ സെക്രട്ടറി ആണോ? അല്ല, ഇവരാരും അല്ല തീരുമാനിക്കേണ്ടത്. അത് തീരുമാനിക്കേണ്ട കോൺഗ്രസ്സുകാരാണ്. കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട MLAമാർ ആ ഒരു മീറ്റിംഗ് വിളിച്ചിട്ട് അതിൽ ഭൂരിപക്ഷം കിട്ടുന്ന ആളെ മുഖ്യമന്ത്രിയാക്കണം. അതല്ലേ നാട്ടു നടപ്പ്. പക്ഷേ ഞാനിതിന് പ്രായോഗികമായിട്ടൊരു പരിഹാരം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതിവിടെ ആവർത്തിച്ചാൽ അഭംഗിയാവില്ല എന്നായിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ. ഈ കോൺഗ്രസ്സുകാർക്ക് ഒരു നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള ബുദ്ധിമുട്ടുള്ളൂ. ഇപ്പോൾ സഭയിലുള്ള UDF നേതാക്കന്മാരിൽ ഏറ്റവും സീനിയറായിട്ടുള്ള ആൾ PK കുഞ്ഞാലിക്കുട്ടിയാണ്. കുഞ്ഞാലിക്കുട്ടിയെ മുഖ്യമന്ത്രിയാക്കട്ടെ, എന്നിട്ട് ഇവരൊക്കെ മന്ത്രിമാരായിട്ടിരിക്കട്ടെ. ഇവരെ ആർക്കും ഒരു പ്രത്യേകിച്ച് മനസ്സിന് വിഷമം തോന്നേണ്ട ആവശ്യമില്ല. കുഞ്ഞാലിക്കുട്ടി ഏറ്റവും സീനിയറാണ്. എത്രയോ കൊല്ലത്ത് നിയമസഭാ പരിചയമുണ്ട്, പാർലമെൻറ്റ് പരിചയമുണ്ട്, ഭരണപരിചയമുണ്ട്, ഏതൊക്കെ വകുപ്പുകൾ ഭരിച്ച ആളാണ്. അദ്ദേഹത്തിനൊരു അവസരം കൊടുക്കട്ടെ. ഈ ഏറ്റവും വലിയ പാർട്ടിയുടെ നേതാവ് തന്നെ വേണം മുഖ്യമന്ത്രിയാകാൻ ഒരിടത്തും പറഞ്ഞിട്ടുണ്ടോ? ഒരിടത്തും പറഞ്ഞിട്ടില്ല. പട്ടം നാണുള്ള സാറ് 2 തവണ മുഖ്യമന്ത്രി ആകുമ്പോഴും സഭയിലെ പ്രധാനപ്പെട്ട പാർട്ടി കോൺഗ്രസിൻ്റെ പിന്തുണയിലാണ് അദ്ദേഹം 1954-ലും 1960-ലും കേരളത്തിൽ മുഖ്യമന്ത്രിയായത്. അച്യുതമേനോൻ മുഖ്യമന്ത്രി ആകുമ്പോൾ CPI-യേക്കാളും എത്രയോ സീറ്റുകൾ കൂടുതലായിരുന്നു കോൺഗ്രസ്സിന്, ഇല്ലേ? അതെ. കോൺഗ്രസ് ആദ്യം പുറത്തുനിന്ന് പിന്തുണ കൊടുത്തു, പിന്നെ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ ചേർന്നു. ആർക്കും ഒരു വിഷമവും തോന്നിയില്ല. മുഹമ്മദ് കോയ മുഖ്യമന്ത്രി ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് എത്ര 12 MLAമാരുണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രിയായില്ലേ? ഇനി കേരളത്തിന് പുറത്താണെങ്കിൽ എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ നിതീഷ് കുമാർ ഈ കഴിഞ്ഞ ദിവസം വരെ ബീഹാറിൽ മുഖ്യമന്ത്രി, 10 തവണ ബീഹാറിലെ മുഖ്യമന്ത്രി. 10 തവണയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയേക്കാൾ കൂടുതൽ MLAമാർ അദ്ദേഹം BJPയുടെ പിന്തുണ ജയിക്കുമ്പോൾ BJPക്ക് ഉണ്ടായിരുന്നു. അദ്ദേഹം രാഷ്ട്രീയ ജനതാദളിൻ്റെ പിന്തുണ RJDയുടെ പിന്തുണയിൽ ജയിക്കുമ്പോൾ RJDക്ക് ഉണ്ടായിരുന്നു. എല്ലായ്പ്പോഴും അദ്ദേഹത്തിൻ്റെ പാർട്ടി ചെറിയ പാർട്ടി, മറ്റേ പിന്തുണ കൊടുക്കുന്ന പാർട്ടി വലിയ പാർട്ടിയാണ്. പക്ഷേ നിതീഷ് കുമാറിന് മാത്രമേ ബീഹാറിലെ വയബിളായിട്ടൊരു ഭരണം നടത്താൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം BJPക്കും അറിയായിരുന്നു, RJDക്കും അറിയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ പോലെ എന്തുകൊണ്ട് നമുക്ക് കുഞ്ഞാലിക്കുട്ടിയെ മുഖ്യമന്ത്രി ആയിക്കൂടാ എന്നാണ് എൻ്റെ ചോദ്യം. അപ്പോൾ എൻ്റെ സപ്പോർട്ട് ചെന്നിത്തലക്കുമല്ല, സതീശനുമല്ല, വേണുഗോപാലിനും ഒട്ടുമല്ല, അത് കുഞ്ഞാലിക്കുട്ടിക്ക്. ഓക്കെ, ഏതായാലും കോൺഗ്രസ് UDF മലയാളികളുടെ പ്രതീക്ഷ തെറ്റിച്ചില്ല. പതിവ് പോലെ തർക്കങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. നാട്ടുകാരെ കൊണ്ട് അതും പറയിക്കരുത് എന്ന് മുതിർന്ന ചില നേതാക്കൾ പറയുന്നുണ്ടെങ്കിലും ഈ ചർച്ചകൾക്കും തർക്കങ്ങൾക്കും യാതൊരു കുറവുമില്ലാതെ തുടരുകയാണ്. 2 പേർ കേരളത്തിൽ പൊരുതിയവർ ഇതിൽ ഏതെങ്കിലും ഒരാളായിരിക്കുമോ കേരളത്തിൻ്റെ UDFൻ്റെ നേതൃസ്ഥാനത്തേക്ക് വരുന്നത്? അതോ ഇനി ഡൽഹിയിൽ നിന്നും കയറിൽ കെട്ടിത്തൂങ്ങി ആരെങ്കിലും ഇറങ്ങി വരുമോ? അതുപോലെ അഡ്വക്കേറ്റ് ജയശങ്കർ സാർ പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ ലീഗിൻ്റെ നേതൃസ്ഥാനത്തുള്ള PK കുഞ്ഞാലിക്കുട്ടിയെ ആക്കാൻ സാധിക്കുമോ? എന്തായാലും വളരെ രസകരമായ ചർച്ചയാണ് നടക്കുന്നത്. ഒരു കാര്യം മുഖത്ത് നോക്കി തന്നെ പറയട്ടെ, UDFകാരെ, കോൺഗ്രസ്സുകാരെ, നിങ്ങൾ ജനങ്ങളെ വീണ്ടും വെറുപ്പിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വളരെയധികം നന്ദി സാർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റ് വിത്ത് അഡ്വക്കേറ്റ് A ജയശങ്കറിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.